മാർക്കോ സിനിമയിലെ വയലൻസിനെ കുറിച്ച് വ്യാപക വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഒരു വയലൻസ് നിറഞ്ഞ സിനിമയുമായി നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. കാട്ടാളൻ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനൊപ്പം സിനിമയിലെ വയലൻസിനെ കുറിച്ചും ചർച്ചകൾ മുറുകുമ്പോൾ കാട്ടാളൻ എന്ന സിനിമയെക്കുറിച്ചും മാർക്കോയിലെ വയലൻസിനെ കുറിച്ചും പ്രതികരിച്ച നിർമ്മാതാവ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. കാട്ടാളൻ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഒരിക്കലും വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതോ പ്രചരിക്കുന്നതോ ആയ തരത്തിലുള്ള സിനിമയല്ല. കഥയുടെ ഗൗരവം നിലനിർത്തുന്നതിനും പരിണാമപ്പെടുത്തുന്നതിനു വേണ്ടി മാത്രം അനുയോജ്യമായ ദൃശ്യങ്ങളാണ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പ്രത്യേക വിഭാഗം ഓഡിയൻസിനെ മാത്രം മുന്നിൽ കാണാതെ എല്ലാത്തരം പ്രേക്ഷകർക്കും ഒരുപോലെ കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന ചിത്രമായാകും കാട്ടാളൻ സിനിമയെ ഒരുക്കുന്നതെന്നും ഷെരീഫ് മുഹമ്മദ് വ്യക്തമാക്കി. സെൻസർ ബോർഡിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് തന്നെയാണ് മാർക്കോ റിലീസിനെത്തിയത്. അതിനാൽ തന്നെ നിയമാനുസൃതമായി ഒരുപാട് രംഗങ്ങൾ സിനിമയിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. വീണ്ടും വിമർശനങ്ങൾ വരുന്നതിനെ ആശ്ചര്യത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ കണ്ടിട്ടുള്ള അനേകം വയലൻസ് നിറഞ്ഞ സിനിമകളിൽ ഒന്നു മാത്രമാണ് മാർക്കോ. സമീപകാലത്ത് ഇറങ്ങിയതുകൊണ്ടാണ് മാർക്കോയെ ചർച്ചാ വിഷയമാക്കുന്നത്. സിനിമയിൽ കാണിച്ചിരിക്കുന്ന ഏതൊരു വയലൻസ് രംഗവും കഥയിലെ സന്ദർഭങ്ങളെ അടിസ്ഥാനമാക്കി മാത്രമുള്ളതാണ്. അവയെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് തെറ്റായ പ്രവണതയാണ്. സിനിമയെ മാത്രം കാണാനുള്ള അറിവും ബോധവും നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് സിനിമകൾ ലോകമെമ്പാടും നിർമ്മിക്കപ്പെടുന്നതെന്നും ഷെരീഫ് മുഹമ്മദ് പറഞ്ഞു. വളർന്നുവരുന്ന തലമുറയ്ക്കും ഈ തിരിച്ചറിവ് പകർന്നു കൊടുക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.